പൊന്നാനി താലൂക്ക് പരിധിയിൽ കുമ്പാര സമുദായങ്ങൾ താമസിക്കുന്ന എഴുത്തിരുത്തി കുമ്പാര ഗ്രാമത്തിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുവേണ്ടി പൊന്നാനി എംഎൽഎ കെ.പി. നൌഷാദ് അലിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് മേഖല പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കുമ്പാര ഗ്രാമം സന്ദർശിച്ചു. പരമ്പരാഗത കളിമൺ നിർമ്മാണം തൊഴിലാക്കിയ കുമ്പാര സമുദായത്തിന്റെ അടിസ്ഥാന സൌകര്യ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് നൌഷാദ് അലി എംഎൽഎയും പിന്നോക്ക വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കുമ്പാര ഗ്രാമത്തിൽ എത്തിയത്. നമ്മുടെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു OEC വിഭാഗക്കാരായ കുമ്പാര വിഭാഗം താമസിക്കുന്ന കോളനിയാണിത്. പരിതാപകരമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനൊരു പരിഹാരം ഓരോന്നോരോന്നായിട്ടുണ്ടാക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ട് കുമ്പാര കോളനിയിലെ പ്രധാനികളും മറ്റ് ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നോക്ക വികസന വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് ഇവിടെ കോളനി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചുറ്റിക്കണ്ട് ഇതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് പ്രയോറിറ്റൈസ് ചെയ്ത് പിന്നോക്ക വികസന വകുപ്പിൻ്റെ ബജറ്റ് വിഹിതത്തിലേക്ക് പ്രപ്പോസലുകൾ സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് സമർപ്പിക്കേണ്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും അധികാരികളുമായിട്ട് ഇന്ന് തന്നെ വ്യക്തിഗതമായിട്ട് ഞാൻ കോൺടാക്റ്റ് നടത്തും. അങ്ങനെ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ എന്ന വണ്ണം സത്വരമായിട്ട് അത് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അത്തരത്തിൽ ഇവരുടെ അടിസ്ഥാന സൗകര്യ വികസന വിഷയങ്ങളിൽ ഞങ്ങളെല്ലാവരും തുടർന്നുള്ള നാളുകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കുമ്പാരന്മാരും അതുപോലെ ഫിഷർമാൻമാരും ഒക്കെയാണ് ഇവിടെ അതിപിന്നോക്കമായിട്ട് കിടക്കുന്നത്. അവരുടെ മുന്നോട്ടുള്ള പോക്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ ഞങ്ങളൊക്കെ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിക്കുന്നു. മൺപാത്ര നിർമ്മാണത്തിന് വേണ്ട ചൂളഷെഡും ഉപയോഗശൂന്യമായ പൊതുകിണറും വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. വൈദ്യുതിയും വെള്ളവും ഷട്ടറുകളും ഇല്ലാതെ 4 മാസം മുൻപ് 13 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ കെട്ടിടത്തിൽ മൺപാത്ര നിർമ്മാണ പ്രവൃത്തി നടത്തുവാൻ സാധിക്കുന്നില്ല. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുമ്പാര സമുദായക്കാരുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക, സാമൂഹ്യ ഉന്നമനത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ എംഎൽഎ പിന്നോക്ക വിഭാഗ വകുപ്പിന് നിർദ്ദേശം നൽകി.